തൃശൂർ പൗരാവലിയും തൃശൂർ അതിരൂപതയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ക്രിസ്മസ് ആഘോഷം ബോൺ നത്താലെ 27-ന് വൈകിട്ട് 5-ന് തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നിന്നും ആരംഭിക്കുന്ന റാലി സ്വരാജ് റൗണ്ട് ചുറ്റി കോളേജിൽ തന്നെ സമാപിക്കും. 15,000-ഓളം ക്രിസ്മസ് പാപ്പമാർ പ്രത്യേകം ചിട്ടപ്പെടുത്തിയ പാട്ടിനനുസരിച്ച് നൃത്തച്ചുവടുകൾ വയ്ക്കും. ഈ വർഷം AI സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയിട്ടുള്ള ചലിക്കുന്ന 4 പ്ലോട്ടുകളും കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന 15 വലിയ പ്ലോട്ടുകളും ഉണ്ടാകും. കാരുണ്യത്തിൻ്റെ ആഘോഷമായി ബോൺ നത്താലയുടെ ഭാഗമായി 10ഓളം വീടുകൾ ജാതി മത ഭേദമന്യേ പാവപ്പെട്ടവർക്കായി നിർമ്മിച്ചു നൽകും. ഈ ഭവനങ്ങളുടെ താക്കോൽദാനം സമാപന ചടങ്ങിൽ കൈമാറും. വിൻസെന്റ് ഡി പോൾ സംഘടന 3 ഡയാലിസിസ് മെഷീനുകൾ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിന് നൽകും. എല്ലാ ഇടവകകളിലും ഇടവക ബോൺ നത്താലെ സംഘടിപ്പിക്കും. ഇടവകയിലെ ജാതിമത ഭേദമന്യേ തിരഞ്ഞെടുക്കുന്ന പാവപ്പെട്ടവർക്ക് വിവിധ സഹായ പദ്ധതികളും നടപ്പാക്കും. ജനുവരി 5 വരെ ബോൺ നത്താലെ എക്സിബിഷൻ ശക്തൻ നഗറിൽ നടക്കും. ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപകരുടെ മേൽനോട്ടത്തിൽ വിദ്യാർത്ഥികളാണ് ചലിക്കുന്ന പ്ലോട്ടുകൾ നിർമ്മിക്കുന്നത്. കേന്ദ്ര സാംസ്കാരിക ടൂറിസം ക്യാബിനറ്റ് മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്, കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, സംസ്ഥാന മന്ത്രിമാരായ കെ രാജൻ, ആർ ബിന്ദു, രാമചന്ദ്രൻ കടന്നപ്പള്ളി, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മത മേലധ്യക്ഷന്മാർ തുടങ്ങിയവർ പങ്കെടുക്കും.